എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നലെ മുതൽ തന്നെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ആരംഭിച്ചിരിക്കുകയാണ്. പല ആളുകളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും തുക എത്തിയിട്ടുണ്ട്. ഇതോടൊപ്പം പല ആളുകളും ചോദിക്കുന്നത് സ്ത്രീ സുരക്ഷാ പെൻഷൻ എവിടെ എന്നുള്ളതാണ്. ഇനി കയ്യിൽ എന്ന് പെൻഷൻ വിതരണം ലഭിക്കും, കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ, ഇതൊക്കെ കുറിച്ചാണ് പറയുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് എടുക്കുന്നതിന് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷന്റെ വിതരണമാണ് ഇന്നലെ മുതൽ ആരംഭിച്ചത്. 25 മുതൽ വിതരണം ആരംഭിക്കും എന്ന് പറഞ്ഞിരുന്നു എങ്കിലും നടപടികൾ ആരംഭിച്ചു. ആളുകൾക്ക് ഇന്നലെ 26-ാം തീയതി ഉച്ചയ്ക്ക് 11 മണിക്ക് ശേഷമാണ് അക്കൗണ്ടുകളിലേക്ക് എത്തിയത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകം തന്നെ ഭൂരിഭാഗം അക്കൗണ്ടുകളിലേക്കും തുക എത്തിയിട്ടുണ്ട്. പക്ഷെ ഇന്നും നാളെയും ബാങ്ക് അവധിയാണ്. അപ്പോൾ ഇന്നലെ ഒന്നും ലഭിക്കാത്ത ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇനി വെള്ളിയാഴ്ച മുതലായിരിക്കും അത് എത്തിച്ചേരുക. ആ രീതിയിലാണ് പെൻഷൻ വിതരണം ഉള്ളത്. കേന്ദ്രവിഹിതം ലഭിക്കുന്ന 8 ലക്ഷത്തോളം ആളുകൾക്ക് 300, 200, 500 രൂപയുടെ കുറവുണ്ട്. അത് കഴിച്ചുള്ള ബാക്കിയുള്ള തുകയാണ് അവർക്ക് വിതരണം ചെയ്യുന്നത്. ആ ഒരു തുക 300, 500, 200 അത് ഒരാഴ്ചക്കുള്ളിൽ അക്കൗണ്ടിലേക്ക് വീണ്ടും അവരുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുന്നതാണ്. ഇതാണ് പെൻഷൻ വിതരണ നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. കയ്യിൽ പെൻഷൻ വിതരണത്തിന് ട്രഷറി മുഖാന്തരം സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് ലിസ്റ്റും പണവും എത്തേണ്ടതുണ്ട്. ലിസ്റ്റ് എത്തിയിട്ടുണ്ടാകും. പണം ട്രഷറിയിൽ നിന്ന് മാറിയെടുക്കേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോൾ 2 ദിവസത്തെ ബാങ്ക് അവധി ആയതിനാൽ, പൊതു അവധി ആയതിനാൽ ട്രഷറി പ്രവർത്തിക്കാത്തത് കൊണ്ട് തന്നെ ആ ഒരു തുക എത്താനുള്ള ഒരു താമസമുണ്ട്. നാളത്തെ അവധിയും കൂടി കഴിഞ്ഞ് മറ്റന്നാൾ ബാങ്കുകൾ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ, ട്രഷറിക്ക് പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ ആ ഒരു പണം അവരെടുത്ത് അതിൻ്റെ വിതരണം നടപടികൾ തുടങ്ങുന്നതാണ്. വെള്ളിയാഴ്ച വൈകുന്നേരം മുതൽ വിതരണം ആരംഭിച്ച് ഞായറാഴ്ചയ്ക്ക് ആകുമ്പോഴേക്കും പൂർണ്ണതോതിൽ കയ്യിൽ പെൻഷൻ വിതരണം പൂർത്തീകരിക്കുന്ന തരത്തിലുണ്ടാവും. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് 5-ാം തീയതിക്ക് മുമ്പ് എല്ലാവർക്കും പെൻഷൻ എത്തിച്ചേരുന്ന രൂപത്തിലാണ് പെൻഷൻ വിതരണം നടക്കുന്നത്. സാധാരണത്തെ പോലെ കഴിഞ്ഞ സർക്കാർ എങ്ങനെയാണോ പെൻഷൻ വിതരണം ചെയ്തത് അതുപോലെ തന്നെയാണ് ഈ ഒരു സർക്കാരും പെൻഷൻ വിതരണ നടപടികളിലേക്ക് കടന്നിട്ടുള്ളത്. ഇതോടൊപ്പം പറയാനുള്ളത്, കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഈ മാസം ഇല്ല എന്നാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അടുത്ത മാസം ഒരു ഗഡു ഉണ്ടാകും എന്നാണ് പറയുന്നത്. കുടിശ്ശികയുടെ കാര്യം ഇപ്പോൾ വ്യക്തമല്ല. മറ്റൊന്ന്, സ്ത്രീ സുരക്ഷാ പെൻഷൻ. ഒരുപാട് ആളുകൾ ചോദിക്കുന്നത് സ്ത്രീ സുരക്ഷാ പെൻഷന്റെ കാര്യമാണ്. എന്നാണ് ഇനി സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, LDF സർക്കാർ പഞ്ചായത്ത് ഇലക്ഷനോടനുബന്ധിച്ചാണ് ഇത് പ്രഖ്യാപിച്ചത്. കാരണം LDF സർക്കാരിന്റെ ഒരു പ്രകടന പത്രികയിലുള്ള വാഗ്ദാനമായിരുന്നു സ്ത്രീകൾക്ക് ഒരു സ്ത്രീ സുരക്ഷാ പെൻഷൻ, സ്ത്രീകൾക്ക് ഒരു വരുമാനം ഉണ്ടാകുന്ന രൂപത്തിലുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്ന്. അത് പ്രകാരമാണ് വീട്ടമ്മ പെൻഷൻ, സ്ത്രീ സുരക്ഷാ പെൻഷൻ പ്രഖ്യാപിച്ചത്. പഞ്ചായത്ത് ഇലക്ഷന് മുന്നോടിയാണ് പ്രഖ്യാപിച്ചത്. അന്ന് തന്നെ സർക്കുലർ ഇറങ്ങിയിരുന്നു ഇതിന് അപേക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ. പിന്നീട് അത് നിർത്തിവെക്കുന്ന സാഹചര്യം ഉണ്ടായി. പിന്നെ പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമാണ് അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയത്. അപേക്ഷ സ്വീകരിച്ച് അത് വിതരണം ചെയ്തു തുടങ്ങിയപ്പോഴേക്കും ഫെബ്രുവരി ആയി. അത് കഴിഞ്ഞുള്ള മാസങ്ങളിൽ, അതായത് ഏപ്രിൽ മാസത്തിൽ പിണറായി സർക്കാരിന്റെ കാലാവധിയാണ്. ആ ഒരു സമയത്തൊന്നും ഇത് വിതരണം ചെയ്തില്ല. അപ്പോൾ LDF സർക്കാർ തന്നെ കൊണ്ടുവന്നു അത് നിർത്തലാക്കുകയും ചെയ്ത പദ്ധതിയാണിത്. അപ്പോൾ ഇനി ഇത് പുതുതായിട്ട് നമുക്ക് ലഭിക്കണമെങ്കിൽ UDF സർക്കാർ കനി തന്നെ വേണം. അത് പുതുതായിട്ട്, അതായത് ആ നിർത്തിയ പദ്ധതി വീണ്ടും തുടങ്ങേണ്ടതുണ്ട്. അപ്പോൾ ജൂൺ മാസത്തിൽ അത് തുടങ്ങിയേക്കും എന്നുള്ളതാണ് വിവരം. അതിനുള്ള പ്രത്യേക കാരണം, അതായത് തുടങ്ങും എന്നുള്ളൊരു പ്രത്യാശ നൽകാനുള്ള, അത് തുടങ്ങും എന്നുള്ളൊരു പ്രതീക്ഷ നൽകുന്നതിനുള്ള ഒരു പ്രത്യേക കാരണം, സേവന വെബ്സൈറ്റിൽ ഈ പദ്ധതിയിലേക്കുള്ള അപേക്ഷ താൽക്കാലികമായിട്ട് നിർത്തിവെച്ചിരുന്നു. പക്ഷേ അതിപ്പോൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊരു പ്രതീക്ഷയാണ്, സ്ത്രീ സുരക്ഷാ പെൻഷൻ വീണ്ടും ലഭിക്കും എന്നുള്ളത്. അപ്പോൾ ഏപ്രിൽ മെയ് മാസത്തേത് ഇനി കുടിശ്ശിക ലഭിക്കുമോ എന്നറിയില്ല. എന്തായാലും ജൂൺ മാസം മുതൽ അത് ലഭിച്ചു തുടങ്ങും എന്നുള്ളതാണ് വിവരം. നമുക്ക് കാത്തിരിക്കാം. ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അറിയിപ്പായിട്ട് പറയാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ടും മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ നമുക്ക് കാണാം. ദൂരേക്കും ബൈ.